കണ്ടോ ഗൈസ്, എൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്. ഒരു കൈയിൽ ഓൾവേസ് ഞാനൊരു മുതലിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. എൻ്റെ അടുത്ത കൈ ഫുൾ ടൈം വർക്കിംഗ് ആണ്. ഈ ഒരു കൈ കൊണ്ടാണ് ഞാനിപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മമാരെന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ഓൾവേസ് അവർ മൾട്ടി ടാലൻറ്റഡ് ആണ്. അവരൊരു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ജോട്ടുവിന് തീരെ വയ്യ കേട്ടോ, അവന് സുഖമില്ല, ജലദോഷമാണ്, പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്യാരി ബാഗിൽ ഇരിക്കൂല, അതുകൊണ്ട് തന്നെ ചെയറിലും ഇരിക്കത്തില്ല. അവനാകെ ഇരിക്കുന്നത് എൻ്റെ ഈ ഒരു കയ്യിലാണ്. ഇപ്പോൾ വിചാൻ ഉണ്ടെന്നുണ്ടെങ്കിലും ജോൻ ഉണ്ടെന്നുണ്ടെങ്കിലും അവൻ അവരുടെ കൂട്ടത്തിലൊന്നും ഇരിക്കത്തില്ല. അവനിപ്പം ഞാൻ തന്നെ വേണം. പിന്നെ ഫുൾ ടൈം കരച്ചിലാണ്, ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർത്തു എന്തായാലും എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ജോൻ ഇവിടെ ഉണ്ട്. ഞാൻ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ അടുത്തത് പരിപാടി നമ്മുടെ ജോൻകുട്ടിനുള്ള എഗ്ഗ് ആക്കണം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ജോഡിൻകുട്ടിനുള്ള കുറുക്കും കാര്യങ്ങൾ ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുടിക്കാൻ കൊടുക്കും. ആ ഒരു സമയത്തിനിടയിൽ ഒരു കൈ കൊണ്ട് ഞാനിവിടെ കുടിക്കാൻ കൊടുക്കുന്നു. ആ കൈ കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്തിലോട്ട് പോകുന്നു? ആ കൈ കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരെ കുക്കിങ്ങിലോട്ട് തവി ഞാൻ എടുക്കാൻ പോകുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. ഇനി എനിക്കെൻ്റെ പാത്രങ്ങൾ ഇവിടെ ലോഡ് കഴുകാനുണ്ട്, അതെല്ലാം ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് കഴുകുന്നു. എൻ്റെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ കണ്ടോ? ഇതാണ് അവസ്ഥ. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ വണ്ണം, എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തുകൊണ്ട് വണ്ണം വെച്ചില്ല, എങ്ങനെയാണ് ഡയറ്റാണോ മെയിൻറ്റെയിൻ ചെയ്തോ, എന്തെങ്കിലും പുതിയ ഡയറ്റൊക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നതായിരുന്നു. ഇതാണ് എൻ്റെ ഡയറ്റ്. ഇങ്ങനെ ഒരു ഡയറ്റ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വലിയ സാധനത്തിനെയും പൊക്കിക്കൊണ്ട് കിടന്ന് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒറ്റയ്ക്കാണ്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും എന്താവും? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വണ്ണം വെക്കുമോ? വണ്ണം വെക്കില്ല. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ എല്ലാം ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വണ്ണം വെച്ചു എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് മാനേജ് ചെയ്തോ. വണ്ണമൊക്കെ അങ്ങ് പോയിക്കോളും കേട്ടോ. എനിക്കതുകൊണ്ടാണ് വണ്ണമൊന്നും വെക്കാത്തത്. ഞാൻ ഉള്ളത് കൂടെ എൻ്റെ വെയിറ്റ് 2 കിലോ ഞാൻ കുറഞ്ഞു പറയുമ്പോൾ 2 കിലോ. ഞാൻ ഓൾറെഡി ഡെലിവറി കഴിഞ്ഞപ്പോൾ എത്ര കിലോ കുറഞ്ഞു? 6 കിലോ കുറഞ്ഞു. അത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പഴയ ജോസ്മിയിലോട്ട് ഞാൻ ഒരു വിധത്തിൽ എത്തിച്ചതായിരുന്നു. അതിപ്പോൾ 2 കിലോ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. രാത്രിയിൽ ഉറക്കമില്ല, ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഓൾവേസ് ഈ മുതൽ ഇങ്ങനെ ഒട്ടിയിരിക്കും പോലെയാണ്. ഒരു സംഭവമില്ലേ, ആരാണ് എന്ത് വേതാളവും ഒരു സംഭവം ഉണ്ടല്ലോ, വേതാളവും എന്ത് വേതാളാണ്, ഒരു വേതാളം ഒരാളും കൂടെ എന്ന് പറയും പോലെ ഈ മുതൽ എൻ്റെ പുറകെ ഉണ്ട്. ഓക്കെ, എന്തോ സുഖാന്ന് നോക്കാം അവനെ. ജോനിങ്ങനെ അവൻ്റെ എഗ്ഗിന് വേണ്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ എഗ്ഗ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോനിങ്ങനെ അവൻ്റെ എഗ്ഗിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവൻ ചപ്പാത്തിയിലെ എഗ്ഗ് വെച്ചിട്ടാണ് അവൻ കഴിക്കുന്നത്. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എഗ്ഗ് ഒന്ന് ആക്കി കൊടുക്കട്ടെ. അപ്പോൾ ടാറ്റ, ബൈ ബൈ. കുഞ്ഞിന് വേണ്ടി സെമിക്കോ